എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയെ കുറിച്ചാണ്. ഇന്നലെയാണ് സിനിമ കണ്ടത്. സേതുനാഥ് പത്മകുമാറാണ് സംവിധായകൻ. ആസിഫ് അലി ആണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സിനിമയെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമ ഒരു ആവറേജിൽ താഴെ നിൽക്കുന്നൊരു അനുഭവമാണ് എനിക്ക് തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് സിനിമ കഥാപരമായി കഥയും തിരക്കഥയും നിർവഹിച്ചിട്ടുള്ളത് സംവിധായകൻ തന്നെയാണ്. പ്രത്യേകിച്ച് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. സിനിമയത്ത് ഫ്ലാറ്റായിട്ട് പോകുന്നു. സെക്കൻഡിൽ വരുമ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂടുന്നുണ്ട്. പക്ഷേ അഭിനയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആസിഫ് അലിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പക്ഷേ അദ്ദേഹം കഥാപാത്രം നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നല്ലോണം ചെയ്തിരിക്കുന്നത് നമ്മുടെ ജഗദീഷാണ്. അദ്ദേഹത്തിൻ്റെ വക്കീൽ വേഷം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. നമുക്കത് കണക്റ്റ് ആകുന്നുള്ളൂ. ബാക്കിയുള്ള അസീസായാലും മറ്റേ കഥാപാത്രം ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും സിദ്ധാർത്ഥ് ഫരീദിൻ്റെ കഥാപാത്രവും ഹരീഷ് സുരേഷിൻ്റെ കഥാപാത്രങ്ങളും വന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ആ കഥാപരമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് തിരക്കഥയിൽ വരുമ്പോൾ കഥാപാത്രങ്ങൾ കൊടുക്കുന്ന സ്പേസ്, അതൊരു പരിധിവരെ ഇവരുടെ അഭിനയത്തെ ബാധിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് കഥ എന്ന് വെച്ചാൽ ആസിഫ് അലിയുടെ കല്യാണവും അത് കഴിഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ്. ആ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നാണ് കഥ മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നത്. കഥ നമുക്ക് എനിക്ക് മൊത്തത്തിൽ അതിൻ്റെ കൺവിൻസിങ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളും എങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമാണ്. സ്ത്രീകളുടെ ഭാഗത്തിൽ കൂടുതൽ തെറ്റുകൾ ഉണ്ടാകുന്ന ഒരു പുരുഷപക്ഷ സിനിമയായിട്ടാണ് ഈ സിനിമയെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അതായത് രണ്ട് ജെൻഡറുകളിലും ഈ നല്ലവരും ആൾക്കാരുണ്ട്. ഈ സിനിമ മൊത്തത്തിൽ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന രണ്ട് നായകരുണ്ട്. തുളസി, ശ്രേയ എന്നാണ്. അവരായാലും ഏത് കാലത്തോടെ എടുത്താലും അവർക്കൊരു വില്ലത്തി ഭാവമാണ് കൊടുത്തിട്ടുള്ളത് സിനിമ. അപ്പോൾ നമുക്ക് സിനിമ ഒരു സംവിധായകൻ്റെ വീക്ഷണകോണിലാണ് കാണേണ്ടത് നമുക്ക്. പക്ഷേ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കഥ പക്ഷേ നമുക്ക് ഇമോഷണലി മുന്നോട്ട് നയിക്കുന്നില്ല. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫൊക്കെ ഒരുമാതിരി കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചില സീനുകൾ കോമഡിപരമായിട്ട് വരുമ്പോൾ നമുക്കൊരു പഴയൊരു 10-20 വർഷത്തെ പഴക്കം തോന്നുന്നൊരു തരത്തിലേക്കാണ് പോകുന്നത്. സിനിമയ്ക്ക് മാറ്റങ്ങൾ വേണ്ടേ? സിനിമ ഇപ്പോൾ നമ്മൾ പഴയ കോമഡികൾ കാണുന്നുണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ 90കളിലൊക്കെ കാണുന്ന പടം നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ് ചെയ്യാൻ തുടങ്ങി. അത് ചെയ്ത തിരക്കഥാപരമായിട്ട് എഴുതിയിരിക്കുന്നതും അവർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ് ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നടന്മാരുടെ പോരായ്മ എന്ന് വെച്ചാൽ കഥാപാത്രങ്ങൾ അവരുടേതായ രീതിയിൽ നാടകീയമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കോമഡി സീനുകൾ. അപ്പോൾ ഇതിനകത്ത് കോമഡി സീനെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കണക്റ്റ് ആവുന്നില്ല. പിന്നെ ഇമോഷണലി സിനിമ ഒരു തരത്തിലും സിനിമ കൊണ്ട് എനിക്ക് ഒരു കണക്റ്റായിട്ട് തോന്നുന്നില്ല. എന്തൊക്കെയോ പറയുന്നു, സ്ത്രീകൾ ശരിയല്ല, സിസ്റ്റം ശരിയല്ല, സ്ത്രീധനം മേടിക്കരുത് എന്നൊരു തരത്തിൽ പറയുന്നുണ്ട്. സ്ത്രീധനം കൊടുത്താൽ അവർ മേടിക്കണം. എന്തിനാണ് അപ്പം ഞാൻ സംശയിക്കുന്നത്, എന്തിനാണ് അപ്പം സ്ത്രീധനം വേണ്ടെന്ന് വെച്ചാൽ പോലെ ഒരു പുരുഷന്? അപ്പോൾ അങ്ങനത്തെ തിരക്കഥയ്ക്ക് ഒരുപാട് തരത്തിലുള്ള പോരായ്മകളുണ്ട്. കഥ പറയുന്ന പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീ വിരോധിയാന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഒരു ആവറേജ് ഫീലിംഗ് തന്നെയാണ് സിനിമ നൽകുന്നത്. പ്രത്യേകിച്ച് ഒരു ഫ്ലാറ്റ് തിരക്കഥ, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ഒരു സീരിയൽ നിലവാരം. സിനിമ ഒരു തരത്തിലും ഒരു ഗ്രാഫ് ഉയർന്നു പോകുന്നില്ല. ഇത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ പുതിയൊരു സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ റിവ്യൂ ആയിട്ട് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.